ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ഡിസൈൻ യുവർ ഡ്രീംസ്. ഇന്ന് നമ്മൾ സൈഡ് പോക്കറ്റ് വെച്ചിട്ടുള്ള ഒരു പാൻറ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയുള്ള മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ നമുക്ക് വേസ്റ്റ് മെഷർമെൻറ്റ് ആദ്യം എടുക്കുന്നു. ടു ടൈറ്റ് ആയിട്ട് എടുക്കേണ്ട, ഒരു 1 ഫിംഗർ ലൂസിലെടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹിപ്പ് മെഷർമെൻറ്റ് ഏറ്റവും ഫുള്ളസ്റ്റ് പാർട്ടിൽ നിന്നും ഇതുപോലെ മെഷർ ചെയ്തെടുക്കുന്നു. ലെങ്ത്ത് നമുക്ക് മെഷറിംഗ് ടേപ്പ് ഇതുപോലെ തിരിച്ചു പിടിച്ചിട്ട് ലെങ്ത് എടുക്കാം. ഞാൻ എബവ് ആങ്കിൾ ലെങ്താണ് എടുത്തിരിക്കുന്നത്. എനിക്ക് 36 ഇഞ്ചസാണ് ടോട്ടൽ ലെങ്ത് വേണ്ടത്. 1.5 ഇഞ്ചിൻ്റെ കേസിങ്ങും പിന്നെ അരയിഞ്ച് അടിയിൽ മാർജിൻ ഇട്ട് 34.5 ആണ് മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ചസ് മാർജിൻ ഇട്ട് ഇതുപോലെ വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നു. ഇനി അടുത്തായിട്ട് നമ്മൾ ക്രോച്ച് ലൈനാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി ഹിപ്പ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് ഈസ് ആണ് കൊടുക്കുന്നത്. അതായത് 42 ഡിവൈഡഡ് ബൈ 4 അതാണ് എൻ്റെ ഹിപ്പ് മെഷർമെൻറ്റ്. 4 പ്ലസ് 1 ഇഞ്ച് ഈസ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നീ ലൈൻ മാർക്ക് ചെയ്യുന്നതിന് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്രോച്ച് ആൻഡ് ദ ഹെം എടുക്കുക. അതിൻ്റെ ഹാഫ് ആയിരിക്കും മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഫ്ലോർ ലെങ്ത് പാൻറ്റാണ് തയ്ക്കുന്നതെങ്കിൽ ഹാഫിനെ കഴിഞ്ഞും ഒരു ഇഞ്ച് കൂടി പൊക്കത്തിലേക്ക് കൂട്ടി വേണം നീ ലൈൻ മാർക്ക് ചെയ്യാനായിട്ട്. ഇനി 11.5 ആണ് ഞാൻ ക്രോച്ച് ലൈനിൽ മാർക്ക് ചെയ്യുന്നത്. അതിനെ കഴിഞ്ഞും ഒരു 1/4 ഇഞ്ച് കുറച്ചാണ് വേസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്യുന്നത്. ആ മാർക്കിങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഒരു ലൈൻ വരയ്ക്കാം. ഹിപ്പ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 ഇഞ്ച് ഈസ് ആണ് എനിക്ക് 11.5 ഇഞ്ചായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് ഫ്രണ്ട് പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേസ്റ്റ് ലൈനിൽ നിന്നും ഒരു 1/4 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നു. ഇനി ഈ ക്രോച്ച് ലൈൻ നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അവിടെ ഞാൻ 2.75 ആണ് മാർക്ക് ചെയ്യുന്നത്. അതായത് 11 ഡിവൈഡഡ് ബൈ 4 2.7. സോ മാർക്ക് ചെയ്ത് കിട്ടിയതിൻ്റെ ഹാഫ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. എനിക്ക് 6.8 ആണ് കിട്ടുന്നത്. ആ 6.8 നമ്മൾ വേസ്റ്റ് ലൈനിലും മാർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ നീ ലൈനിലും ഹെമ്മിലും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഹെം ഓപ്പണിങ്ങിൽ ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ടോട്ടൽ വരുമ്പോൾ എനിക്ക് 15 ആണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ 7 ഇഞ്ചസ് വരും. 8 ഇഞ്ചസ് ബാക്കിലും ബാക്ക് പോർഷൻ വരയ്ക്കുമ്പോഴും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഹിപ്പ് ലൈൻ നമ്മളിതുവരെ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി വേസ്റ്റ് നിന്നും ക്രോച്ച് വരെയുള്ള ഡിസ്റ്റൻസിൻ്റെ 1/3 ആണ്. ആ 1/3 ക്രോച്ച് ലൈനിൽ നിന്നും പൊക്കത്തിലേക്ക് മാർക്ക് ചെയ്യുന്നു. അതായിരിക്കും ഹിപ്പ് ലൈൻ. ഇനി നമ്മൾ ഈ മെഷർമെൻറ്റിൻ്റെ ഹാഫ് ഇടുന്നു. ക്രോച്ച് ടു വേസ്റ്റ് തുടങ്ങിയുള്ളതിൻ്റെ സെൻറ്ററിൽ നിന്നും ഹാഫ് എടുത്തിട്ട് അവിടെ ഒരു മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് 1.5 ഇഞ്ചാണ് നമ്മൾ കേർവ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫ്രണ്ട് പോർഷനാണ് വരയ്ക്കുന്നത്. നമ്മൾ ആ മിഡിൽ പോയിന്റിൽ നിന്നും ഇതുപോലെ നമ്മൾ വരയ്ക്കുന്നു. ഇനി അവിടെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുന്നു. ക്രോച്ച് ലൈനിലും ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുന്നു. പിന്നെ ലീ ലൈനിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു രണ്ട് സൈഡിൽ നിന്നും. ഞാൻ ഈ ഹിപ്പ് കർവാണ് ഉപയോഗിക്കുന്നത്. ഈ റൂളർ തമ്മിലൊന്നും ഒരു വ്യത്യാസമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കേർവായിട്ട് വരയ്ക്കാൻ പറ്റും. ഇവിടെ നിന്ന് താഴേക്ക് കേർവായിട്ട് ഉള്ളിലേക്ക് വരച്ചു കൊടുത്താൽ നല്ല ഷേപ്പായിട്ടിരിക്കും. എനിക്ക് കുറച്ച് ലൂസായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നീ മെഷർമെൻറ്റ് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ഇവിടെ നിന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. ടൈറ്റ് ആയിട്ടുണ്ടോ ലൂസായിട്ടുണ്ടോ. ചിലരുടെ തായ്ക്ക് വണ്ണം ഉള്ളപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മാർക്ക് ചെയ്യാൻ.
ഫ്രണ്ട് പാറ്റേൺ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് മാറ്റുവാണ്. അതുപോലെ തന്നെ വേസ്റ്റ് ലൈൻ ഞാൻ ഒന്ന് കേർവായിട്ടാണ് വരച്ചിരിക്കുന്നത്. ക്വാർട്ടർ ഇഞ്ചിൽ നിന്നും സൈഡ് വേസ്റ്റിലേക്ക് ഒന്ന് കേർവായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബാക്ക് പാറ്റേൺ വരയ്ക്കാം. hem ഇതുപോലെ ലെവലാക്കി വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ക്രോച്ച് ലൈൻ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൽ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നു. എന്നിട്ട് ഒരു ക്വാർട്ടർ ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നു. ഇനി ഇതിൽ നിന്നും ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2 തൊട്ട് 2.5 ഇഞ്ച് വരെ നമുക്ക് എക്സ്ട്രാ കൊടുക്കാം. ആ മാർക്ക് ചെയ്തതിൽ നിന്നും ഒരു 3/4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വരയ്ക്കുന്നു. ആ പോയിന്റും സൈഡും തമ്മിൽ കേർവ് ലൈൻ ഉപയോഗിച്ച് യോജിപ്പിക്കാം. ആ സെൻറ്റർ പോയിന്റ് നമ്മൾ ബാക്ക് പാറ്റേണിലും അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്നു. കാരണം നമ്മുടെ ലൈൻ ആ പോയിന്റ് പാസ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ ഫ്രണ്ട് പാറ്റേണുമായിട്ട് മാച്ച് ചെയ്യും. ഇനി ഈ സീമിൽ 1 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നു. എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിക്കുന്നു. ഇനി ഇവിടെ 1.5 കൊടുത്തിരിക്കുന്നത് നമ്മൾ. ഇനി അങ്ങോട്ടൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നത്. അതായത് 2 ഇഞ്ചാണ് ഞാൻ റൗണ്ടിന് വേണ്ടി കൊടുക്കുന്നത്, ഷേപ്പിന് വേണ്ടി കൊടുക്കുന്നത്. ഈ പോയിന്റ്സുകളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ചാൽ നമുക്ക് ബാക്ക് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്ത് മാറ്റി. ഇനി പാറ്റേൺ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി ഇതാ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ പാറ്റേൺ പെർഫെക്റ്റ് ആണ്. സൈഡ് സീംസ് മാച്ച് ആവുന്നുണ്ട്. ലെങ്ത്തും എല്ലാം ഈക്വലാണ്. ഇനി ഇത് ഫാബ്രിക്കിൽ കട്ട് ചെയ്യുമ്പോൾ ഞാൻ 1.5 ഇഞ്ച് ഹെമ്മിൽ എക്സ്ട്രാ കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1.5 ഇഞ്ചിൻ്റെ കേസിങ് വരുമ്പോൾ ലാസ്റ്റിക്ക് 1 ഇഞ്ച് ലാസ്റ്റിക്ക് കൊടുക്കുമ്പോൾ എനിക്ക് 36 ഇഞ്ച് ടോട്ടൽ ലെങ്ത് കിട്ടും. ജസ്റ്റ് ക്രോച്ച് മെഷർമെൻറ്റ് നോക്കിയാൽ അറിയാം നമുക്ക് ടൈറ്റ് ആണോ ലൂസ് ആണോ എന്നുള്ളത്. നിങ്ങൾക്ക് ഇത് പാറ്റേൺ സെപ്പറേറ്റ് ചെയ്യാതെ ഫാബ്രിക്കിൽ നേരിട്ട് ചെയ്യാനും പറ്റും. ഇതുപോലെ ലെങ്ത് വൈസിൽ ഞാൻ മടക്കി. ഇത് 2 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. പേപ്പർ വയ്ക്കുമ്പോൾ ഹെമ്മിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാനായിട്ട് ഉള്ള സ്പേസ് ഇട്ടിട്ട് വേണം വയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ ടോപ്പിൽ ആ ഫോൾഡഡ് എഡ്ജിൽ 2 ഇഞ്ചസ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് ടോട്ടൽ വരുമ്പോൾ 4 ഇഞ്ചസ് നമുക്ക് കിട്ടും. അത് കേസിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. 1/2 ഇഞ്ച് വീതം സീം അലവൻസ് പോകും. പിന്നെ 3 ഇഞ്ചായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് മടക്കി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് 1.5 ഇഞ്ചിൻ്റെ കേസിങ് കിട്ടും. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി എന്നിട്ട് ഒരു പീസ് എടുത്ത് മാറ്റുന്നു. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ഹാഫ് ഇഞ്ച് ഓൾ അറൗണ്ട് ഞാൻ സീം അലവൻസ് കൊടുത്തിട്ടാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇതുവരെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കരുതുന്നു. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷനും കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മളൊരു ഫ്രണ്ട് പോക്കറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി റോങ് സൈഡിൽ നിന്നും 2 ഇഞ്ച് ഉള്ളിലേക്ക് എടുത്തു, 5.5 ഇഞ്ച് ഇങ്ങനെ സൈഡ് വൈസ് എടുത്തു, എന്നിട്ട് മാർക്ക് ചെയ്യുന്നു. ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് റൈറ്റ് സൈഡ് ടുഗദർ ഇങ്ങനെ വയ്ക്കുന്നു. റോങ് സൈഡാണ് പൊക്കത്തിൽ കാണുന്നത്. ഇങ്ങനെ റൈറ്റ് സൈഡ് ടുഗദർ വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു. എന്നിട്ട് ഇതിനൊരു അണ്ടർ സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട്. മടക്കിയിട്ട് വീണ്ടും ഇതുപോലെ തയ്ക്കുന്നു. ഈ പീസിനെ ഇങ്ങനെ എടുത്തിട്ട് ഈ അടിവശവും സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അതിനെ തിരിച്ചിട്ടിട്ട് ബാക്ക് പോർഷനുമായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നു. ഇത് വെരി ഈസിയാണ്. ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് അടിവശത്ത് നിന്ന് വീണ്ടും ഞാൻ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രഞ്ച് സീം പോലെ ആ തയ്യലൊന്ന് പുറത്ത് കാണാത്ത വിധത്തിൽ എൻക്ലോസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഒരു എക്സ്റ്റൻഷൻ കാണാം. അതിന് ബാക്ക് പോർഷനുമായിട്ട് സ്റ്റിച്ച് ചെയ്യാം നമുക്ക്. ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നത് ഫ്രണ്ട് പാറ്റേൺസ് തമ്മിൽ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുന്നു. എന്നിട്ട് ഓവർലോക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കും സ്റ്റിച്ച് ചെയ്ത് ഓവർലോക്ക് ചെയ്യുന്നു. അതിന് ശേഷം ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇങ്ങനെ റൈറ്റ് സൈഡ് ടുഗദർ വെച്ചിട്ട് സൈഡ് സീംസ് സ്റ്റിച്ച് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് പിൻ ചെയ്യുമ്പോൾ കാണാൻ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാ സൈഡും ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാതെ നല്ലതായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡ്സും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെം ഫിനിഷ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഡ്രിം ചെയ്തിട്ട് നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നതിൻ്റെ അവിടെ ഒരു കോണ് പോലെ കാണാം. കാരണം നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്താണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് അവിടെ വെച്ചിട്ട് ആദ്യം ഒന്ന് മടക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു 1/2 ഇഞ്ച് കൂടെ മടക്കിയിട്ട് അതുകൂടി സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്രോച്ച് ഇതുപോലെ കണക്ട് ചെയ്തിട്ട് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓവർലോക്ക് ചെയ്യാം.
എനിക്ക് ഒരു ചെറിയ പീസ് കൂടി ആദ്യം കട്ട് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം 4 ഇഞ്ച് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കുന്നു. ഒരു മടക്കാത്ത വശം ഇതുപോലെ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട്, അതായത് തയ്ച്ചെത്തുമ്പോൾ അതിൻ്റെ അറ്റം നിങ്ങൾ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഒരു ഇഞ്ച് എക്സ്ട്രാ അവിടെ ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ തയ്ച്ച് പോകുന്നത്. റൈറ്റ് സൈഡ്സ് വെച്ചിട്ട് റൈറ്റ് സൈഡ്സ് ടുഗദറാണ് ഇരിക്കുന്നത്. എന്നിട്ട് അതുപോലെ ഫുൾ റൗണ്ട് തയ്ച്ച് പോകുന്നു. നമ്മളത് ഫുൾ റൗണ്ട് തയ്ച്ച് കഴിഞ്ഞു. എന്നിട്ട് ആ സൈഡ്സ് ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ടിരുന്നതും തമ്മിൽ ആ എൻഡുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് ചെയ്യാം. അതിനുശേഷം എന്താ മടക്ക് ഭാഗം റോങ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അതിന് ആ സീമിലൊന്നും കാണാതെ വെച്ചിട്ട് ഒരു ചെറിയ ഓപ്പണിങ് ഇലാസ്റ്റിക്കിന് വേണ്ടി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് വേസ്റ്റ് മെഷർമെൻറ്റിൽ നിന്നും ഒരു 3 ഇഞ്ച് കുറച്ചിട്ടുള്ള അളവിലാണ്. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പാൻറ് സ്റ്റിച്ചിങ് കഴിഞ്ഞു. സൈഡിലുള്ള ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. അതുപോലെ തന്നെ താഴേക്ക് കുറച്ചുകൂടെ ടൈറ്റായിട്ട് ഷേപ്പിലിരിക്കണമെന്നുണ്ടെങ്കിൽ നീ കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്തൊന്നും കുറച്ചുകൂടെ ടേപ്പർ ചെയ്ത് ഷേപ്പിൽ കൊടുക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി സെർവിങ്.